സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഏഷ്യാനെറ്റിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീതാ കല്യാണം. സഹോദരിമാരുടെ കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. സീത സത്യങ്ങൾ മനസ്സിലാക്കിയതോടെ സീതയെ വകവരുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് രാജേശ്വരി ദേവി. സീതയെ കൊല്ലാനായി സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിടുന്നതാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. സീതയെ കൊല്ലാനുള്ള രാജേശ്വരി ദേവിയുടെ പദ്ധതികളാണ് ഇപ്പോൾ സീതാ കല്യാണത്തിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് ഓണാക്കി വെച്ച് സീതയെ കൊലപ്പെടുത്താൻ മുൻപ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. ആ ശ്രമം പരാജയപ്പെടുന്നതോടെ സീതയ്ക്കുള്ള ഗുളിക മാറ്റിവെച്ചും സീതയെ കൊലപ്പെടുത്താൻ രാജേശ്വരി ദേവി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിലും പരാജയപ്പെടുന്നതായാണ് കാണിച്ചത്. അതോടെ രാജേശ്വരി ദേവി പുതിയ പദ്ധതികൾ തയ്യാറാക്കുകയാണ്. ഗോവയിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് പകരം എല്ലാവരും കൂടി നാട്ടിലെ ബീച്ചിലും റിസോർട്ടിലുമായി സ്വാതിയുടെ ബേബി മൂൺ ആഘോഷിക്കുന്നതാണ് ഇപ്പോഴത്തെ എപ്പിസോഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേണു ഒഴികെ മറ്റുള്ളവരാണ് ബീച്ചിൽ എത്തിയിരിക്കുന്നത്. സീതയെ കൊല്ലാനായി ഒരു കൊലയാളിയെയും അവിടെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് രാജേശ്വരി ദേവി. റിസോർട്ടിൽ വച്ചു തന്നെ സീതയെ കൊല്ലാനാണ് രാജേശ്വരി ദേവിയുടെ പദ്ധതി. സ്വാതിയും അജയും കടലിലിറങ്ങിയും മറ്റും കളിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും വെള്ളത്തിലിറങ്ങാനുള്ള പേടി കാരണം സീത കടലിലിറങ്ങുന്നില്ല. വലിയ തുക നൽകി ഏർപ്പെടുത്തിയ കൊലയാളിയും അവിടെ എത്തുന്നതും രാജേശ്വരി സീതയുടെ ഒരു ചിത്രം അയാൾക്ക് നൽകുന്നതുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടത്. സന്തോഷത്തോടെയുള്ള എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം കണ്ടതെങ്കിലും സീതയും കല്യാണം താമസിക്കുന്ന റിസോർട്ടിൽ തന്നെ കൊലയാളിയും ഉള്ളത് പ്രേക്ഷകർക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. സീതയെ വകവരുത്താൻ എന്ത് പദ്ധതിയാണ് അടുത്തതായി അയാൾ തയ്യാറാക്കുക എന്നാണ് പ്രേക്ഷകരുടെ സംശയം. ഇതിനിടെ സീതയെ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. പ്രൊമോ എത്തിയതോടെ പ്രേക്ഷകർ ആശങ്കയിലാണ്. താനും സീതയും മറ്റൊരു അമ്മായിയമ്മയും മരുമകളുമായാകും തിരികെ എത്തുന്നതെന്ന് വേണുവിനോട് രാജേശ്വരി ദേവി പറയുന്നതും പ്രൊമോയിലുണ്ട്. അകലം പൂർണ്ണമായും മാറിയ സീതയും കല്യാണം സ്നേഹത്തോടെ ഇടപഴകുന്നതും പ്രൊമോയിൽ കാണാം. അകലങ്ങൾ മാറി ഇരുവരും ഒന്നിച്ചപ്പോൾ മരണത്തിന്റെ ദൂതുമായി കൊലയാളി എത്തുകയാണോ എന്ന ആശങ്കയാണ് ആരാധകർക്ക്. സ്വിമ്മിംഗ് പൂളിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സീത മരണപ്പെടുമോ എന്നും എന്താണെന്നുമുള്ള സംശയത്തിലാണ് പ്രേക്ഷകർ. സീതയെ പൂളിൽ തള്ളിയിടുന്നത് രാജേശ്വരി ദേവി നോക്കി നിന്ന് ചിരിക്കുന്നതും പ്രൊമോയിൽ കാണാം. എന്നാൽ പരമ്പര ഇപ്പോൾ നല്ല എപ്പിസോഡുകളിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ എന്താണ് അടുത്ത ദുരന്തമെന്നാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത്. എന്നാൽ സീതയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നും സീതയെ കുളത്തിൽ തള്ളിയിടുന്നത് കല്യാണാണെന്നുമാണ് ഒരുപക്ഷം ആരാധകർ പറയുന്നത്. കടലിൽ ഇറങ്ങാൻ പേടിയാണെന്നും വെള്ളം പേടിയാണെന്നും പറഞ്ഞ് സീതയുടെ പേടി മാറ്റാൻ കല്യാൺ മുഖംമൂടിയൊക്കെ അണിഞ്ഞ് സീതയെ പൂളിൽ തള്ളിയിടുന്നതാണെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത്. സീതയോടൊപ്പം കുറച്ചു മുൻപ് വരെ കാണിച്ച കല്യാണിനെ പിന്നെ കണ്ടില്ലെന്നും പിന്നെ കല്യാണിനും മുഖംമൂടി ധരിച്ച ആളിനും സാമ്യതയുണ്ടെന്നും സീതയെ വെള്ളത്തിൽ തള്ളിയിട്ട് പുറകെ കല്യാണം മുഖംമൂടി മാറ്റുമെന്നുമാണ് ആരാധകർ പറയുന്നത്. യഥാർത്ഥ കൊലപാതകയാണോ അതോ കല്യാൺ സീതയുടെ പേടി മാറ്റാൻ വേണ്ടി കുളത്തിലേക്ക് തള്ളിയിടുന്നതാണോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സീരിയൽ ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.